നമ്മളേറെ കാത്തിരിക്കുന്ന MBBS BDS അലോട്ട്മെന്റിന്റെ ഒന്നാം ഘട്ട അലോട്ട്മെന്റ് ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 9-ാം തീയതി ശനിയാഴ്ചയാണ് നമ്മളുടെ ഓപ്ഷൻ വെക്കാൻ വേണ്ടി ആരംഭിക്കുന്നുണ്ടാവുക. ആൻഡ് 15-ാം തീയതി വരെ നമുക്ക് ഓപ്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും 16-ാം തീയതി അതിന്റെ ട്രയൽ അലോട്ട്മെന്റും 18-ാം തീയതി അതിന്റെ ഒറിജിനൽ അലോട്ട്മെന്റും വരാനുള്ള രൂപത്തിലാണ് ഇപ്പോൾ ഷെഡ്യൂളുകൾ പോകുന്നുണ്ടാവുക. സോ ആദ്യമായിട്ട് ആരംഭിക്കുന്ന ഈ അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ടാവുക. നമുക്കറിയാം ഇതിനു മുന്നേ നമ്മൾ അലോട്ട്മെന്റ് ഓൾറെഡി തുടങ്ങി. 4-ാം തീയതി വരെ നമുക്ക് ഓപ്ഷൻ വെക്കാനുള്ള സമയവും 5-ാം തീയതി ട്രയൽ അലോട്ട്മെന്റും വരെ കിട്ടിയിരുന്നു. 6-ാം തീയതി ഒറിജിനൽ അലോട്ട്മെന്റ് റിസൾട്ട് വരാനിരിക്കുകയാണ്. MCCയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് CE അലോട്ട്മെന്റുകൾ റിവൈസ് ചെയ്തത് പുതുതായിട്ട് ഒരു പ്രാവശ്യം കൂടി നടത്തുന്നുള്ളത്. സോ അലോട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ഡേറ്റുകളാണ്. ഡേറ്റുകൾ നമുക്ക് ഓൾറെഡി പറഞ്ഞിരുന്ന പോലെ തന്നെ 9-ാം തീയതി, ഞാൻ ഇന്ന് വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത് 9-ാം തീയതിയാണ്. 15-ാം തീയതി വരെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദിസ് ഈസ് ടൈം ഫോർ ഓപ്ഷൻ രജിസ്ട്രേഷൻ. ഇത് ഒരുപാട് ആളുകൾക്കൊരു എന്താ പറയുക, ഒരു ആശ്വാസം ആവും എന്നുള്ളതാണ്. പല ആളുകളും ഓൾ ഇന്ത്യ കിട്ടുമെന്ന് കരുതി കേരള കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി കേരളത്തിൽ BDS ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സെൽഫ് ഫിനാൻസിങ് ആഡ് ചെയ്യാൻ മറന്നുപോയിരുന്നു എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉണ്ടാവും. നമ്മൾ ഓർത്തിരിക്കുക, ഈ ഒരു ദിവസങ്ങളിൽ മാത്രമേ, ഓൺലി ദിവസങ്ങളിൽ മാത്രമേ കേരളത്തിൽ ഓപ്ഷൻ വെക്കാൻ വേണ്ടി പറ്റുള്ളൂ, കേരള ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മളിതിപ്പോൾ റൗണ്ട് 1 ആണ്. കേരള റൗണ്ട് 2, കേരള റൗണ്ട് 3 അലോട്ട്മെന്റുകളിൽ നമുക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ ആഡ് ചെയ്യാൻ നിവൃത്തിയില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരു വട്ടം കൂടി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ അവസരം കിട്ടിയത് കുറേ അധികം ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടേ ഉള്ളൂ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവുക. സോ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് നിലവിൽ ഓപ്ഷൻ വെച്ചിരിക്കുന്ന ആളുകൾക്ക് ഓപ്ഷൻ ആഡ് ചെയ്യാനും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനും ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനും എല്ലാം ഓപ്ഷൻസ് അല്ലെങ്കിൽ അവസരം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ട്രയൽ അലോട്ട്മെന്റ് കിട്ടി, ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണ് എല്ലാവരും. നിങ്ങളെ എല്ലാവരും ഒരിക്കൽ കൂടി ലോഗിൻ ചെയ്യുക, കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. നമുക്ക് ഇപ്പോൾ മിക്കവാറും എല്ലാ വീടുകളിൽ കൂടി കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സമയത്ത് ഒരിക്കൽ കൂടി CEയുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക ആൻഡ് വെരിഫൈ എവറിത്തിങ് ഈസ് കറക്റ്റ്. എല്ലാ കാര്യങ്ങളും വെരിഫൈഡ് ആണ്, ഓക്കെ ആണ് എന്നുള്ള കാര്യം നോക്കുക. ആൻഡ് നമ്മുടെ ഫൈനൽ പ്രിന്റ് ഔട്ട് സാധനം ഉണ്ട്, നമ്മൾ ഓപ്ഷൻ വെച്ചിരിക്കുന്ന ഒരു ഫൈനൽ പ്രിന്റ് ഔട്ട് ഉണ്ട്, അത് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ട്രയൽ അലോട്ട്മെന്റിൽ ഓപ്ഷൻ കിട്ടിയ ആളുകൾ അടക്കം ചെയ്ത് നോക്കണം. കാരണം അന്നേരം നോക്കിയില്ലായിരുന്നു, പിന്നെ ഒരു ബുദ്ധിമുട്ടായി പോയി എന്നുള്ള രൂപത്തിലേക്ക് വരരുത് എന്നുള്ളത് വളരെ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സോ എല്ലാവരും ഇപ്പോൾ സാധാരണ ഇതിൽ ചോദിക്കുന്നു, ഒരിക്കൽ കിട്ടിയവർ വീണ്ടും നോക്കണോ? നോക്കിക്കോ. നമുക്ക് അധിക സമയമൊന്നും ചിലവാവില്ലല്ലോ, 5 മിനിറ്റിന്റെ 10 മിനിറ്റിന്റെ കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക, എവറിത്തിങ് സെറ്റ് നോക്കുക, പുറത്തിറങ്ങി വരിക. ആ കാര്യം നമ്മൾ എന്തായാലും ചെയ്യുക. അതിനുശേഷം നമുക്ക് വരാനുള്ളത് നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് ആണ്. ട്രയൽ അലോട്ട്മെന്റ് 16-ാം തീയതി, പ്രൊവിഷണൽ അലോട്ട്മെന്റ്, പ്രൊവിഷണൽ ലിസ്റ്റ് നമുക്ക് പുറത്തു വരുന്നുണ്ടാവും. നമുക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ 18-ാം തീയതി ഫസ്റ്റിന്റെ ഒറിജിനൽ റിസൾട്ട്, ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് പുറത്തേക്ക് വരുന്നുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ള കാര്യം. ഇനി ഈ റിസൾട്ട് കിട്ടുന്ന അലോട്ട്മെന്റ് മെമ്മോ ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക, അതിനുശേഷം ജോയിനിങ് വരുന്നുണ്ടാവുക. ജോയിനിങ് 18-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് അപ് ടു ഒരു ഏകദേശം, ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല, 25th വരെയൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ദിവസം വരുന്നുണ്ടാവും. ബൈ ദാറ്റ് ടൈം, ഈ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയുടെ റൗണ്ട് 1 അലോട്ട്മെന്റിന്റെ റിസൾട്ടുകളും കൃത്യമായിട്ട് വരുന്നുണ്ടാവും. സോ നമ്മൾ ആദ്യം പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്, ഓൾ ഇന്ത്യ റൗണ്ട് 1ന്റെ റിസൾട്ടുകൾ വന്നതിന് ശേഷം മാത്രമേ കേരള റൗണ്ട് 1ന്റെ റിസൾട്ടുകൾ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും, ഇത്തവണ MCC സ്പെഷ്യലായിട്ട് പറഞ്ഞത് വെച്ചിട്ട് ഓൾ ഇന്ത്യയുടെ റൗണ്ട് 1 റിസൾട്ട് 18th മുന്നേ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും. 18th കേരള റൗണ്ട് 1 വരാനുള്ളത്. അപ്പോൾ 18th മുന്നേ തന്നെ, പ്രിയർ ടു 18th നമുക്ക് ഓൾ ഇന്ത്യയുടെ റൗണ്ട് 1 കിട്ടുന്നുണ്ടാവും, ശേഷം കേരള റൗണ്ട് 1 കിട്ടുന്നുണ്ടാവും. നമുക്ക് കിട്ടിയ 2 സീറ്റുകളും കമ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ ജോയിൻ ചെയ്യണോ സ്റ്റേറ്റ് കോട്ടയിൽ ജോയിൻ ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി പറ്റും. കേരളത്തിൽ മുന്നിൽ നിൽക്കുന്ന കുട്ടികളോടുള്ള റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട കിട്ടുകയാണെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിച്ച കോളേജിൽ ഓൾ ഇന്ത്യ കോട്ട വഴി കിട്ടുകയാണെങ്കിൽ അതുവഴി ജോയിൻ ചെയ്യുക. സ്റ്റേറ്റിലുള്ള ഒരു കുട്ടിക്ക് ഒരു ഉപകാരമാകുന്ന കാര്യമായിരിക്കും എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ അലോട്ട്മെന്റിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ. അതിനകത്ത് നമ്മൾ പറയാണ്, എല്ലാ കുട്ടികളും ഒരിക്കൽ കൂടി എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് വെരിഫൈ ചെയ്യണം, ഫൈനൽ പ്രിന്റ് ഔട്ട് എടുക്കണം. അപ്പോൾ ഒരു കാര്യം, രണ്ടാമത് നമ്മൾ ലോഗിൻ ചെയ്ത സമയത്ത് നമ്മൾ ഇനി ഫീസ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ഒരു തവണ നിങ്ങൾ ഫീസ് അടച്ചതാണെങ്കിൽ രണ്ടാമത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫീസ് അടയ്ക്കേണ്ട. ഫീസ് അടയ്ക്കാത്തവർ, ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ മാത്രം എന്ത് ചെയ്താൽ മതി, അതത് പറഞ്ഞിരിക്കുന്ന പോലത്തെ ഫീസുകൾ നമ്മൾ അടച്ചാൽ മതി. ഇനി വേറൊരു കാര്യം, നമ്മുടെ ജോയിനിങ്ങിന്റെ ഡേറ്റ് പറഞ്ഞു, ഏകദേശം 25-ാം തീയതി ആയിരിക്കും. ഈ 25-ാം തീയതിയിലേക്ക് നമ്മുടെ കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള മുഴുവൻ ഫീസ്, സെൽഫ് ഫിനാൻസിങ് MBBS
സെൽഫ് ഫിനാൻസിങ് BDS, ഗവൺമെന്റ് BDS, ഗവൺമെന്റ് MBBS എല്ലാവർക്കും അടയ്ക്കാനുള്ള മുഴുവൻ ഫീസ് പേരൻസ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതാണ്. നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടിയതാണ് പൈസ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സെൽഫ് ഫിനാൻസിങ് MBBSലാണെങ്കിൽ ഒരു 8.5 ലക്ഷം, സെൽഫ് ഫിനാൻസിങ് BDSലാണെങ്കിൽ ഏകദേശം 3 ലക്ഷം. ഇതൊക്കെ ഏകദേശ കണക്കുകളാണ്. ഗവൺമെന്റ് MBBS ആണെങ്കിൽ 23,000 രൂപ, ഗവൺമെന്റ് BDS ആണെങ്കിൽ ഏകദേശം 20,000 രൂപ അല്ലെങ്കിൽ 21,000 രൂപയുടെ അടുത്തേക്ക് ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. ആ ഫീസ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പാനിക്കാണ്. കഴിഞ്ഞ ട്രയലിൽ വന്നിരുന്നത് പോലെ തന്നെയാണോ ഇത്തവണ വരുള്ളൂ എന്നുള്ള കാര്യം. ലാസ്റ്റിൽ നമുക്ക് ട്രയൽ ചെയ്ത് ക്യാൻസൽ ചെയ്യപ്പെട്ട ട്രയൽ അലോട്ട്മെന്റിൽ വന്ന ഏകദേശം സെയിം റിസൾട്ടുകളായിരിക്കും വരുന്നുണ്ടാവുക. ട്രയൽ അലോട്ട്മെന്റിൽ നമുക്ക് വന്നിട്ടുള്ള ലാസ്റ്റ് റാങ്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ട്രയൽ അലോട്ട്മെന്റിൽ ലാസ്റ്റ് റാങ്ക് വന്നത് MBBSനകത്ത്, MBBSൻ്റെതാണ് ഒന്ന് അഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. MBBSനകത്ത് സ്റ്റേറ്റ് മെറിറ്റിന് ലാസ്റ്റ് സീറ്റ് പോയത് 676, ഏകദേശം 676 എന്നുള്ള റാങ്ക് വരെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വിഭാഗത്തിൽ EZ വിഭാഗത്തിൽ ലാസ്റ്റ് റാങ്ക് വന്നത് 1642 വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി MU വിഭാഗത്തിൽ ലാസ്റ്റ് അഡ്മിറ്റ് ആയത് 904 എന്നുള്ളതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ EW വിഭാഗത്തിൽ ലാസ്റ്റ് അലോട്ട് ചെയ്ത് 2839 അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഇപ്പൊ ക്യാൻസൽ ആക്കി പോയ ട്രയൽ അലോട്ട്മെന്റിൽ വന്നിട്ടുള്ള സാധനങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ സെൽഫ്, ഇത് ഗവൺമെന്റ് ആണ്. അതുപോലെ തന്നെ സെൽഫ് നോക്കിക്കഴിഞ്ഞാൽ, സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ പരിഗണിച്ചു കഴിഞ്ഞാൽ സ്ട്രേറ്റ് മെറിറ്റിൽ 8,739 വരെയുള്ള കുട്ടിക്കാണ് ഈ ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റിൽ കഴിഞ്ഞ ട്രയലിൽ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ളത്. EZ വിഭാഗത്തിൽ ഏകദേശം പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ളത് 9,169 എന്നുള്ള റാങ്ക് ആയിരുന്നു അലോട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. MU വിഭാഗത്തിൽ 10,157 വരെ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. EW വിഭാഗത്തിന് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 15,464 വരെ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് NRI വന്നത് 34,000 വരെ, 34,752 വരെയുള്ള കോഴ്സുകൾക്ക് NRI ഏകദേശ കണക്കുകളാണ്. ഇത് ഫുള്ള് എടുക്കുന്നതിൽ പ്രത്യേകിച്ച് ലോജിക് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടും വളരെ വിശദമായിട്ട് തന്നെ ഫുൾ എടുക്കാൻ നോക്കിയിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ കിട്ടിയ കണക്കുകളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഏകദേശം ഇതേ ലിസ്റ്റ് ആയിരിക്കും, ഏകദേശം ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾക്ക് ഇനി വരാനുള്ള ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരാനുണ്ടാവുക. ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയ ആളുകൾക്ക് സീറ്റ് നഷ്ടമാവുമോ എന്ന് ചോദിച്ചാൽ നഷ്ടമൊന്നും ആവില്ല. നിങ്ങളുടെ സീറ്റ് അവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് സീറ്റ് കിട്ടും. തരാൻ വേണ്ടിയിട്ട് 2 ആഴ്ച കൂടി വൈകും. നമ്മൾ ഈ 8-ാം തീയതി 9-ാം തീയതി കോളേജിൽ പോയി ജോയിൻ ചെയ്യാനിരുന്നതിന് 12-ാം തീയതിക്കുള്ളിൽ ജോയിൻ ചെയ്യുന്നതിന് പകരം 25-ാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ 24-ാം തീയതിക്കുള്ളിൽ, ഡേറ്റ് എക്സാക്ട്ലി വന്നിട്ടില്ല, ഡേറ്റ് വരുമ്പോൾ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇനിയിപ്പോൾ അഥവാ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയില്ല, നമ്മൾക്ക് കിട്ടാൻ സാധ്യതയുള്ള റേഞ്ചിലാണ് നമ്മുടെ റാങ്ക് ഉള്ളത്, പക്ഷെ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയിട്ടില്ല, ഡോൺ പാനിക്, വി ക്യാൻ വെയിറ്റ് ഫോർ സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റിലേക്കൊക്കെ വരുന്നുണ്ടാവുക. സെക്കൻഡ് അലോട്ട്മെന്റിൽ വലിയ വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഓൾ ഇന്ത്യയിലും സ്റ്റേറ്റിലും ഒരേപോലെയാണ് കുട്ടികൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ചില ആളുകൾ ഓൾ ഇന്ത്യ ചൂസ് ചെയ്യും, ചില ആളുകൾ സ്റ്റേറ്റ് ചൂസ് ചെയ്യും. അതനുസരിച്ചിട്ട് 2 സ്ഥലത്തും വിടവുകൾ വരും. ഈ വിടവുകളൊക്കെ മാസീവായിട്ട് നികത്താൻ പോകുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിലായിരിക്കും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് വലിയ വ്യത്യാസങ്ങൾ, സാധനങ്ങൾ ഉണ്ടാവും. പക്ഷെ വലിയ വ്യത്യാസം എന്ന് പറയുമ്പോഴും കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് റാങ്ക് ഏകദേശം സെയിം ആയിരിക്കും. ഒരു 2, 3 അല്ലെങ്കിൽ 5, 6% വ്യത്യാസങ്ങൾ മാത്രമേ വരുള്ളൂ എന്നുള്ള വാർത്ത ഓർത്തിരിക്കുക. ഇനി മറ്റ് അലോട്ട്മെന്റുകൾ വരുമ്പോൾ അലോട്ട്മെന്റിന്റെ ട്രയൽ അലോട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് വരുമ്പോഴൊക്കെ വിശദമായിട്ട് പറയാം. ഓർത്തിരിക്കുക, 15-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ്. 15-ാം തീയതി മിഡ് നൈറ്റിന് ശേഷം നമുക്ക് കേരളത്തിൽ പുതിയൊരു ഓപ്ഷൻ കൊടുക്കാനുള്ള വഴികൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾ അറിയിക്കുന്നുണ്ടാവും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യം മാത്രം ഓർമ്മപ്പെടുത്താണ്. ഇനി ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ ഓൾറെഡി MBBS അഡ്മിഷൻ കിട്ടിയ കുട്ടികളെ സംബന്ധിച്ചിട്ട് ഇത് വളരെ നല്ല കാര്യമാണ്. കാരണം 2 ആഴ്ച കൂടി വെക്കേഷൻ കിട്ടി എന്നുള്ളതാണ്. അതനുസരിച്ചിട്ട് ഇവരുടെ ഫസ്റ്റ് ഇയറും ബാക്കി കാര്യങ്ങളൊക്കെ വീണ്ടും റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. കോളേജുകാർ ചെയ്തുള്ള കാര്യങ്ങൾ. പക്ഷെ ഇത്തവണ MBBS അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ലാത്ത ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരിക്കൽ കൂടി അലോട്ട്മെന്റ് അടക്കം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അടുത്ത നീറ്റിന് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ കുറച്ചൊരു ട്രാപ്പിലേക്ക്, അല്ലെങ്കിൽ കുറച്ചൊരു എന്താ പറയുക, ട്രാപ്പ് എന്നുള്ള വാക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ബട്ട് സ്റ്റിൽ പറയാണ്, കുറച്ച് കുഴപ്പത്തിലേക്കാണ് പോകുക. കാരണം അലോട്ട്മെന്റ് തീരാൻ ഇനിയും 2-3 ആഴ്ച വൈകും. ചിലപ്പോൾ ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പോസ്റ്റ്പോൺമെന്റുകൾ, സാധനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അലോട്ട്മെന്റ് തീരുമ്പോൾ ഒക്ടോബർ മാസം എന്ന് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ മാസത്തിലേക്ക് എന്തായാലും എത്തും എന്നുള്ള രൂപത്തിലാണ് അലോട്ട്മെന്റ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബോർഡർ ലൈനിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നീറ്റ് എൻട്രൻസിന് വേണ്ടി 2026 വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. അതിനോടൊപ്പം അലോട്ട്മെന്റും അപ്ലൈ ചെയ്യുക. അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ അലോട്ട്മെന്റിനും ഓരോ മണിക്കൂർ വീതം മാത്രം കൊടുത്താൽ മതിയാവും. ബാക്കി സമയം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ടോപ്പിലെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ച് എന്നൊരു ബാച്ച് ഉണ്ട്. ബാച്ചിന്റെ ക്ലാസ്സുകൾ 25-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു.
ഓഗസ്റ്റ് 25-ാം തീയതി. അതിന് മുന്നേ അവർക്ക് ഓൺലൈൻ ആയിട്ടുള്ള സെഷൻസും അവർക്ക് നമ്മൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ച് നിങ്ങൾ ഓൾറെഡി ക്ലാസ് കണ്ട ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ മതി. മറ്റ് ക്ലാസ്സുകളുടെ ടെസ്റ്റും ഡിസ്കഷനും കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റും നമ്മളുടെ ഡോക്ടേഴ്സിന്റെ മെഡിക്കോസിന്റെ ഒക്കെ മെന്റർഷിപ്പ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബാച്ചാണ്. കഴിഞ്ഞ വർഷം 53 കുട്ടികളിൽ നിന്ന് 7 പേരാണ് ഗവൺമെന്റ് MBBS നേടിയിട്ടുണ്ടായിരുന്നത്. ഡീറ്റെയിൽസ് ഈ ചാനലിൽ തന്നെ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക എങ്ങനെയാണെന്നുള്ള കാര്യം. നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് താഴെ വരുന്നുണ്ട്, സ്ക്രോളിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ട്, അതിനകത്തേക്ക് വരിക. വി ക്യാൻ ഡെഫിനറ്റ്ലി മീറ്റ് യു ദെയർ. ആൻഡ് ഉറപ്പായിട്ടും പറയാൻ വേണ്ടി പറ്റും, ഇത് നീറ്റ് എന്ന് പറയുന്ന സാധനം അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമല്ല. നല്ല അധ്വാനിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ്. വെറുതെ മോട്ടിവേഷൻ കേട്ടിട്ട് വരാനും നിൽക്കണ്ട. നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും, അധ്വാനിച്ചോളാം എന്നൊക്കെ മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. ഡെഫിനറ്റ്ലി ട്രസ്റ്റ് ചെയ്ത് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥാപനമാണ്, ഒരു കോഴ്സാണ് ടോപ്പ് ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ എന്നുള്ള കാര്യം. സോ സി യു ഇൻ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ബാച്ച്. അറിയില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരിലേക്കും കൂടി കാര്യങ്ങൾ അറിയിക്കാം. മറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പബ്ലിഷ് ചെയ്ത് തരാം. താങ്ക് യു സോ മച്ച്.